ഹലോ, ഗ്രിൽഡ് ഫിഷ് കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇതിലേ വായോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു ഈസി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഗ്രിൽ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് നിറയെ ചെറിയുള്ളി വേണം, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. വെള്ളമൊന്നും ചേർക്കരുത്. ഈ ഒരു ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും മാത്രമായിട്ട് അരച്ചെടുക്കുക. പിന്നെ അതിനകത്തേക്ക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി ഇടേണ്ടവർക്ക് അതിടാം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, ഇതും കൂടെ ഇട്ടിട്ട് നാരങ്ങാനീരിലാണ് ഇനി നമ്മളിത് അരയ്ക്കാൻ പോകുന്നത്. ഞാനൊരു 4 നാരങ്ങയുടെ നീര് ചേർത്തിട്ടുണ്ട്. 3 വലിയ മീനുകളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പേസ്റ്റ്. ഉപ്പ് ചേർക്കാൻ മറന്നു പോകരുത് കേട്ടോ. മീൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കണം. ഓവർനൈറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ രാവിലെ തന്നെ ചെയ്ത് വെച്ചാൽ മതി. ഒരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ഗ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് ആ ഒരു നാരങ്ങയുടെ പുളിപ്പും ഒക്കെ ഇതിലേക്ക് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പച്ചമുളക് ഇതിൽ ആഡ് ചെയ്യരുത്. പച്ചമുളക് ചേർക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ടേസ്റ്റ് ടോട്ടലി മാറിപ്പോകും കേട്ടോ. അപ്പോൾ നമുക്ക് എരിവ് നന്നായിട്ട് വേണ്ടവരാണെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം എരിവ് നന്നായിട്ട് ബാലൻസായി കിട്ടും. അപ്പം ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നില്ല. എരിവ് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല കേട്ടോ. കുരുമുളക് ഇവിടെ തീർന്നിരിക്കുകയായതുകൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പോയപ്പോഴാണ് ഞാൻ ആ വലിയ സത്യം മനസ്സിലാക്കിയത്. അപ്പോൾ ഇവിടെ ഫിഷൊക്കെ നന്നായിട്ട് തേച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ റെസിപ്പി അല്ല കേട്ടോ, ഞങ്ങളുടെ ജോർജ് ചേട്ടൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഞങ്ങൾ അവിടെ പോയപ്പം ചേട്ടൻ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ചേട്ടൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓവർനൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷാണ് കേട്ടോ. ഇനിയിപ്പം ഞാൻ നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള എയർ ഫ്രയറിലാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങൾ അന്ന് അവിടെ പോയപ്പോൾ നമ്മൾ ലൈവായിട്ട് ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയാണ് ചെയ്തത്. അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് അത് പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ എയർ ഫ്രയറിൽ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ, സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടിയത്. പിന്നെ ആ ഒരു വൈബ് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എയർ ഫ്രയറിൽ വെച്ച് നമുക്ക് ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റിൽ തന്നെ ഇതെനിക്ക് കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഓയിലൊന്ന് വാഷ് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ ബട്ടറാണ് യൂസ് ചെയ്തത്, ഓയിൽ യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഭാഗം ഡ്രൈ ആയി പോവാതെ നമുക്ക് കിട്ടും. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഓയിലോ ബട്ടറോ ഒന്നും ചേർക്കാതെ തന്നെ ഇത് ഗ്രില്ല് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല യമ്മി ആയിരുന്നു, നല്ല സോഫ്റ്റായിട്ട് ജ്യൂസി ആയിട്ട് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.